കാല് തന്നെ താഴത്തേക്ക് വന്നിട്ട് ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫായിട്ടിരിക്കുകയാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു 4:30 ആയപ്പോൾ നീച്ചിക്കണ കേട്ടോ. എല്ലാ ദിവസവും ഞാൻ മിക്കവാറും 4 മണിയാകുമ്പോഴാണ് നീക്കുക. ഇന്നിപ്പോ 4:30ക്കാണ് നീച്ചത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ കുഞ്ഞുട്ടിന്റെ ഫോണിൽ പെട്ടെന്ന് വൈഫൈ ഓൺ ആക്കും. എന്നിട്ട് എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള അപ്ലോഡ് ചെയ്യും. രാവിലെ തന്നെ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അപ്ലോഡ് ആവണ മാതിരി എനിക്ക് തോന്നലുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുക. പിന്നെ 4 മണിക്ക് നീച്ചാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ വീഡിയോൻ്റെ എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ കടന്നീന് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇനി ചിലപ്പോൾ വീഡിയോൻ്റെ എന്തെങ്കിലും ബാക്കി കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ അതിനനുസരിച്ചിട്ട് അലാറം വെച്ച് 4 മണിയാകുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചൂട് കട്ടൻ കാപ്പിയല്ല ചക്കരക്കാപ്പി കുടിച്ചാനൊരാഗ്രഹം. അങ്ങനെ ഞാനൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ എഴുത്ത് കുത്തു പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക്. എന്തെങ്കിലുമൊക്കെ രാവിലെ ഞാൻ എപ്പോഴും പറയല്ലോ, ഞാൻ നേരത്തെ നീക്കണോണ്ട് തന്നെ ഈ ഒരു സമയം എൻ്റെ മാത്രമായിട്ടുള്ള സമയമാണ്. ഒരൊച്ചയും മുളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. അപ്പം എനിക്ക് കുറേ ഐഡിയകളൊക്കെ വരും. കുറേ വീഡിയോസിൻ്റെ ഐഡിയകൾ അങ്ങനത്തതൊക്കെ ഞാനൊന്ന് എഴുതി വെക്കും. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് മാത്രമേ അതിന് എടുക്കുള്ളൂ കേട്ടോ. അതിൽ കുറവ് എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വക കുറച്ച് അഭ്യാസ മുറകൾ, എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു 5 മിനിറ്റിൽ മാത്രമേ എക്സസൈസ് ചെയ്യുള്ളൂ. എക്സസൈസ് നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരണം എന്നാണ്. പക്ഷെ ഞാൻ ഭയങ്കര മടിച്ചിയാണ്. 5 മിനിറ്റ് തന്നെ ഞാൻ ചെയ്യലുള്ളൂ. എല്ലാ ദിവസവും ചെയ്യണ മിക്കവാറും ദിവസങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കലുണ്ട് കേട്ടോ എക്സസൈസ്. അപ്പം അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയാണ്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശരീരവേദനകളൊക്കെ ഒന്ന് കുറക്കാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യണ മാതിരിയൊക്കെ എനിക്ക് തോന്നലുണ്ട്. ഞാൻ എക്സസൈസ് ചെയ്യലുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള എൻ്റെ കുറച്ച് സമയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ 4 മണിക്ക് എണീക്കുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ ഒരു സമാധാനത്തിൽ ചെയ്തിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കൽ പരിപാടി തുടങ്ങുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിരി. കുഞ്ഞിപ്പത്തിരി തന്നെ. അതിന് പല കുഞ്ഞിപ്പത്തിരിയല്ല, കുഞ്ഞിപ്പിടിയാണ് കേട്ടോ. പേര് മാറിപ്പോയതാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ തേങ്ങ അരച്ച് ഇതങ്ങനെ സെറ്റാക്കി എടുത്താൽ അടിപൊളിയാകും. പത്തിരിക്ക് കുഴക്കും പോലെ കുഴച്ചെടുത്തിട്ട് ഈ കുഞ്ഞു കുഞ്ഞു പിടിയാക്കി എടുക്കലാണ് എനിക്ക് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടി. അങ്ങനെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി ഈ ഒരു പൗച്ചർ ട്രേയിൽ സെറ്റാക്കിയിട്ട് അഗാരോൻ്റെ എഗ്ഗ് ബോയിലറിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൗച്ചർ ട്രേയിൽ വെച്ചിട്ടാണ് ഞാനിത് കുറേശ്ശെ ആയിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിലൊന്ന് ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ടേനി ആ ഒരു ട്രേയിൽ. അത് ഒട്ടിപ്പിടിച്ചാണ്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എണ്ണയൊക്കെ പറ്റി കൊടുത്തിട്ടുണ്ടേനു. ഇന്നത് ഓണാക്കി ഞാൻ അവിടെ വെച്ചിക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഈ ഒരു പത്തിരിക്കുള്ള കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറുമ്പുകളിങ്ങനെ വന്ന് ആ ഷീറ്റിലേക്ക് ഇങ്ങനെ കയറുന്ന പരിപാടിന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരിത്തിരി വിനാഗിരി എടുത്ത് ഒരിത്തിരി അന്നദാനം നടത്തി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ചവിടെ വെച്ച് ഒരിത്തിരി ഞാൻ ആ കൗണ്ടർ ടോപ്പിൽ വെച്ച് വെച്ചിന്. അതിൻ്റെ ശേഷം പിന്നെ ആ വൈക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മളെ പരിപാടികൾ ഷടപടയെന്ന് തീർക്കണം. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം, പിന്നെ ചായ ഉണ്ടാക്കണം, എല്ലാ പണികളും ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഒരു കുഞ്ഞിപ്പിടി ഉണ്ടാക്കി വരുമ്പോഴത്തേന് കുറച്ച് സമയം പിടിച്ചു സമയമൊക്കെ കയ്യിൽ നിന്ന് പോയി. ഇനിയിങ്ങനെ ഷടപടേന്ന് പറഞ്ഞങ്ങാണ്ട് എടുക്കണം പരിപാടികൾ. കുറച്ച് ജീരകവും ഒരു ചെറുള്ളിയും ഒരു 1-2 ചെറുള്ളിയും ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വറുക്കണേക്ക്. അതവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ആവി കയറിയാൽ മതി. കാരണം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതാണല്ലോ. ആവി കയറിയതിന് ശേഷം നമ്മളത് വീണ്ടും വേവിച്ചെടുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഒരുപാടിട്ട് ആവി കയറ്റിക്കാണ്ട് അതിനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുറച്ച് സമയം ആവി കയറിയാൽ തന്നെ മതി. അപ്പം ഞാൻ 2ാമത്തെ ട്രിപ്പ് അതേപോലെ തന്നെ ഈ ട്രേയിൽ നിറച്ചിട്ട് 2ാമത്തെ ട്രിപ്പിൽ എണ്ണയൊന്നും പറ്റൂല. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും അതേപോലെ തന്നെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം അത് അവിടെ സ്റ്റീമായി വന്നോളും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം കുഞ്ഞുട്ടിക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. കുട്ടികൾക്ക് ഇന്ന് സ്കൂളും മദ്രസ ഒന്നുമില്ല. ഇന്നും ഇവിടെ റെഡ് അലേർട്ടാണ് കേട്ടോ. ഇന്നലെ മഴക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊക്കെ രാവിലെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വറുത്തരച്ച് കൊണ്ടുവന്ന് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ സമയം കയ്യിൽ നിന്ന് പോയിന്ന്, അതുകൊണ്ട് പിന്നെ എല്ലാ ക്ലിപ്സുകളൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുഞ്ഞുട്ടിക്ക് 7 മണിയാകുമ്പോഴത്തേന് പോകണം. അപ്പോൾ ആ സമയം കൊണ്ട് ചടപ്പടയുന്ന പരിപാടികളാവണമല്ലോ. അപ്പോൾ അതൊക്കെ സ്റ്റീം ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർത്ത് അതൊന്ന് തളിച്ച് വരുമ്പോൾ ഈ സാധനങ്ങൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന്, ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ കുഴപ്പമില്ല, ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോഴത്തേന് ഈ ഒരു മസാലയൊക്കെ ഈ ഒരു കുഞ്ഞിപ്പിടിയിലൊക്കെ പിടിച്ചിട്ടേ അടിപൊളി ആയിട്ട് വരും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ വളരെ റെയറായിട്ട് വല്ലപ്പോഴും മാത്രമേ ഇത് ഉണ്ടാക്കലുള്ളൂ. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് എന്നുള്ളതാണ് എനിക്കിത് ഉണ്ടാക്കാനുള്ളൊരു മടി. അപ്പം ഇനി അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് ചെറുള്ളിയിൽ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കി വരുമ്പോൾ അത് കുറുകി വരും. ഇതിൽ ഒന്നില്ലെങ്കിൽ വുഡൻ്റെ ഇത് അല്ലെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ചിട്ട് വേണം ഇളക്കാൻ. നമ്മൾ സ്റ്റീലിൻ്റെ കയ്യിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആ ഒരു കുഞ്ഞിപ്പിടിയൊക്കെ പൊട്ടി അതിൻ്റെ ഷേപ്പൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്പാച്ചില എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ വുഡൻ്റെ കയ്യിലൊക്കെ ആണെങ്കിലും മതി, അല്ലെങ്കിൽ കുറച്ചും കൂടി കെയർ ചെയ്ത് ഇളക്കാനൊക്കെ പറ്റുന്നവർക്കാണെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിക്കണ്. ചൂടോടുക്കനെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ചൂടോടുക്കനെ കഴിക്കുമ്പോഴാണ് ഒരിഷ്ടം. ഇതാണെങ്കിൽ ഞാനിന്ന് കുറച്ചധികം വയറ് നിറച്ച് കഴിച്ചു പോയി. രാവിലെ അല്ലെങ്കിൽ വയറ് നിറക്കാൻ നിൽക്കലില്ല, കാരണം രാവിലെ തന്നെ നമുക്കൊരു അലസത വരുമല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് ഞാൻ 2 ട്രിപ്പ് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഴ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇതുപോലെ സ്വസ്ഥമായിരുന്ന് മഴ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഈ മഴ ഒരു കുളിരുള്ളൂ കേട്ടോ. പലർക്കും ആ ഒരു നഷ്ടങ്ങളുടെയും സഹനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഭാരം പേറുന്ന ഒരു കാഴ്ചയാണ് മഴ. അതിപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും അവസ്ഥ പടച്ചോനെ, ഒരു ദിവസം നേരം വെളുത്ത് നീച്ചുമ്പോഴേ നമ്മൾ കടന്ന വീടൊന്നും നമ്മളിൽ നിന്ന് ഇല്ലാതാവണ ഒരു അവസ്ഥ, അത് നമുക്ക് ആലോചിക്കുമ്പോൾ എത്രത്തോളം സങ്കടമാണല്ലേ. ഞാനിതിങ്ങനെ വാർത്തയിൽ ഓരോരുത്തരത് കണ്ട് വല്ലാത്തൊരു വിഷമം അത് കാണുമ്പോൾ. ആർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സേഫാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ മഴ പെയ്യണുണ്ട് എന്നല്ലാതെ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിങ്ങനെ ആ ഒരു കുളിര് കോരി ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലിരിക്കുക, അതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് മഴ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടേനി. ആ സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട് അലക്കൽ കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പം അത് കഴിഞ്ഞേക്കന്നെ മഴ ദാ പെയ്ത് തുടങ്ങിയിരിക്കണേ. കണ്ണിൽ പൊന്നിൻ താമര കണ്ണിൽ പൊന്നിൻ ബസ്സിലൂടെ നമുക്ക് താമര ഞാനാ തിൻവേരി കണ്ണിൻ പൊന്നി ചാവാറി കണ്ണിൻ പൊന്നി ചാവാറി കണ്ണിൻ പൊന്നി ചാവാറി തന്നെ കുട്ടിക്ക് ബോറടിക്കുന്നു. എന്നോട് ചിലരൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് മെഷീൻ വാങ്ങിയോ, ഞാൻ മെഷീനിൽ ഇട്ട് ഉണക്കി എന്നൊക്കെ പറഞ്ഞപ്പോഴേ, അല്ല കേട്ടോ, ഇവിടെ അടുത്തത്തെ അലക്കത്തത്തെ വരിക്കിൽ പോയിട്ടാണ് അലക്കൽ. ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് കല്ലുമ്മ തന്നെയാണ് അലക്കുക. പിന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീനിൽ കൊണ്ടുപോയിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം വലിച്ച് കൊണ്ടുവരും. അതാകുമ്പോൾ പിന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇട്ടാൽ കാറ്റുകൊണ്ട് ഇങ്ങനെ ഉണങ്ങിക്കോളും. മക്കളൊക്കെ ഞാൻ താഴത്തേക്ക് തന്നെ ആട്ടി പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഓല് ഇവിടെ ശരിയാവണില്ല. ഇതാ ഈ വടി ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാറാലാട്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഉപയോഗിച്ചിരുന്ന ആ വടിയാണ് ഇവിടെ ഞാൻ ഈ എത്തിനോടത്തുനിന്ന് ഇങ്ങനെ ഈ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുത്തി അങ്ങോട്ട് അയലിന്റെ അറ്റത്തേക്ക് നീക്കി കൊടുക്കും. ആ ഒരു ഭാഗത്ത് സ്റ്റെപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇടാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ ഇതേപോലെ വടി വെച്ചിട്ട് നീക്കി കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ ഇവിടെ നിർത്തൽ അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഓലെ ഞാൻ താഴത്തേക്ക് തന്നെ പറഞ്ഞയച്ചു കേട്ടോ. അലക്കൽ രാവിലെ തീർക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനമുള്ളൂ. അലക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ചിലർക്കൊരു ഇതുണ്ടാവും, അലക്കലൊക്കെ കഴിയുമ്പോൾ ആകെ നനയൂലേ, മേത്തൊക്കെ ആകെ സോപ്പും കാര്യങ്ങളൊക്കെ ആവൂലേ. ഇന്റെ മേത്ത് അങ്ങനെ ആവൂല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നു ആകെ പകുതിയിലേറും നനയും. പിന്നെ ആ നനവോടുക്കനെ ഞാൻ ഫുഡ് ഉണ്ടാക്കും. അപ്പൊ എനിക്കും തന്നെ ഒരു ഭയങ്കര ആ നനവ് മേത്താകുമ്പോൾ ഒരു ഇറങ്ങേറൊക്കെ ഇനി കേട്ടോ. പക്ഷേ ഇപ്പം ഞാനത് ചെയ്ത് ശീലമായി. ഇപ്പം എൻ്റെ മേത്ത് അങ്ങനെ വെള്ളവും ഒന്നും ആവില്ല. അധികം വെള്ളമൊന്നും ആവാതെ ഞാൻ ആ ഒരു ഒന്ന് കരുതിയിട്ടാണ് അലക്കൽ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതുമായിട്ട് അങ്ങോട്ട്
ഇതായി നമ്മൾ കുറച്ച് ദിവസം ചെയ്തു വരുമ്പോൾ നമ്മൾ അതൊരു നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായി വരുമല്ലോ, അങ്ങനെ ഒരു ശീലം അങ്ങനെ ആയിട്ടോ. എനിക്ക് രാവിലെ അലക്കല് തീർക്കുമ്പോഴാണ് ഇപ്പൊ ഒരു സമാധാനം. കാരണം വെയിലാകുന്ന സമയത്തെ അത് ഭയങ്കര എന്താ ഭയങ്കര വെയിലേക്കാരം രാവിലെ ഒരു 9 മണി കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ഞാൻ രാവിലെ അലക്കല് തീർക്കും. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് അലക്കല് രാവിലെ അങ്ങനെ ഇങ്ങനെ ഒരു സിസ്റ്റമായി മാറിട്ടോ. മഴയാണെങ്കിലും നല്ല മഴയാണെങ്കിൽ ഇറങ്ങൂല. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അലക്കിയിട്ട് കുളിഞ്ഞിങ്ങോട്ട് കയറും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 20 മിനിറ്റ് ഒരു മഴ തക്കം കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി അലക്കല് പരിപാടിയൊക്കെ തീർത്തു കേട്ടോ. ബീൻസ് 2 ദിവസം മുമ്പ് എന്താ അരിഞ്ഞു വെച്ചതേനി കേട്ടോ. അന്നത് മുഴുവനായിട്ട് വേണ്ടില്ലേനി. അപ്പൊ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചതേനെ. എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇതാ ഇപ്പുറമൊക്കെ ഇരുന്ന് കുറേ ആൾക്കാർ വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓരോരോ സ്കൂളിലെ ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഞാനത് കേട്ട് എന്റെ കുക്കിങ്ങും ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കണില്ലേറല്ലോ എല്ലാവരും ഒച്ചവിളിയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ ഓല് അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാനതൊക്കെ കേട്ട് അതിനിടയിലൊക്കെ ഓൽക്കുള്ള മറുപടിയൊക്കെ പറഞ്ഞ് ഞാനിവിടെ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പുറത്ത് ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, അതുകൊണ്ട് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓ അക്ഷയ്, ഇത് ചേച്ചിക്ക് ഭയങ്കര ജാടയാണ്. മാഡം ഞങ്ങള് വീട്ടമ്പറിൽ കൊടുത്തിട്ട് ഒരു 2 മാസമായി. ഞാൻ ഒന്ന് ശരിയാക്കണോന്ന് നോക്കി. നാളെ വന്നോളി. എന്തെന്ന് വന്നാല് ഇന്ന് ഇത് ഡാമേജ് ആണ്. സൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. സൈറ്റ് ഓൺ ആക്കാൻ പിന്നെ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ വിരലോടിച്ച് പരിപാടി വെറുതെ ചാടത്തരം കാട്ടണല്ലേ. ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ലേ? കാരണം ഇവിടുത്തെ ഇതൊക്കെ പുറത്ത് ഈ കാണുന്ന ചങ്ങായിന്റെ പേരില് ആധാറില്ല, റേഷൻ കാർഡിന്റെ പേരില്ല. അതൊക്കെ ഒന്ന് ശരിയാക്കി തന്നാണ്. 3 വയസ്സ് ആ 3 തന്നെയാണ് ഈ ആധാർ തിന്നത്. ഇവിടുത്തെ 3 തന്നെ എന്താ പേര്? അസിയാൻ. അല്ല, ആധാർ എടുക്കാൻ മറ്റേ കയ്യും കണ്ണൊക്കെ വെക്കണ്ടേ? ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? കയ്യാട് കണ്ണോടച്ച ഇവിടെ തള്ളവരല് എന്നാ ശരിയാക്ക. ഇന്ന് 10 ദിവസം കഴിഞ്ഞത് ഇതാക്കാട്ടോ. അല്ല, സ്ലിപ്പ് ഒന്നും തരൂല? എന്തായാലും സ്ലിപ്പൊക്കെ തരൂലേ? അതൊക്കെ മക്കള് നല്ല കളിയിലേനി കേട്ടോ. ഓരോ കളി കണ്ട് ഒച്ചമുളയൊക്കെ ഉണ്ടാക്കി ഞാൻ ഭയങ്കര കൊകി പാറി ചിരിച്ചു പോയില്ലേ. ഞാൻ ഒരു തൈര് വെച്ചിട്ട് ഒരു റെസിപ്പി ചെയ്ത് നോക്കാൻ പോവുകയാണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു കറി, സിമ്പിൾ കറി. അപ്പോൾ തൈര് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടാവും. കുറച്ച് തൈര് എടുക്കുക, ഇത് സവോള, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ഉണ്ടാക്കിയത് നോക്കാൻ ഭയങ്കര ഒരു ഇത് കേട്ടോ. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. അതിക്ക് പിന്നെ ഒരു 2-3 മുട്ട, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പുഴുങ്ങിയ മുട്ട നെടുകെ കയറിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുന്നു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിക്ക് ചെറിയ ജീരക വലിയ ജീരക എന്ന് എനിക്കറിയില്ല. ജീരകം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എല്ലാത്തും അങ്ങനെ ജീരകം ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് കണ്ടപ്പോൾ തന്നെ അത് ഉണ്ടാക്കി നോക്കണമെന്ന് ഭയങ്കര ഒരു ത്വര ഉണ്ടായിന് കേട്ടോ. പിന്നെ കമൻസൊക്കെ കണ്ടു ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് പറഞ്ഞിട്ട് കുറേ കമൻസും ഉണ്ട് കേട്ടോ. ഒരു ഷെഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഈ കറിയും അതേപോലെ തന്നെ ഒരു മറ്റേ കൊണ്ടാട്ടം പൊരിച്ചിരിക്കണം കേട്ടോ. ആ ഒരു കൊണ്ടാട്ടം പൊരിച്ചതും കൂട്ടിച്ച് ആണ് ഞാൻ ഇത് കഴിക്കണം കേട്ടോ. ഇപ്പം ബീൻസ് ഉപ്പേരിയൊക്കെ ഞാൻ ഉണ്ടാക്കിയല്ലോ, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കിയാൽ അതും കൂടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഈ കറി എങ്ങനെ ഉണ്ടേനി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടേസ്റ്റൊക്കെ ഉണ്ടേനി. ഞാനത് കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടേനി, നല്ല രസമുണ്ടേനി. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കറിയും ഈ ഒരു
എരിവിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. കാരണം മുളക് പൊടി ഞാൻ വറവിട്ടപ്പോൾ കുറച്ച് ആ ചട്ടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മാത്രമേ ഇതിക്ക് ഞാൻ ഇടാൻ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ക്യാമറൻ്റെ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വന്നപ്പോഴത്തേനെ അതൊന്നായിട്ട് കരിഞ്ഞു പോവുകയാണ് കേട്ടോ. പക്ഷേ കറി അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കണം എന്ന് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ലൈക്കും ഹൈപ്പൊന്നും മറക്കണ്ട. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.